നിങ്ങൾ കോൺട്രാക്ടർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്രണ്ട് എഞ്ചിനീയർ ബഹുമാനപ്പെട്ട അദ്ദേഹം ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓർക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞു. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണോ അതിന് ശേഷം നടന്ന എഞ്ചിനീയറിംഗ് സെക്ഷനിലെ മീറ്റിംഗ് ആണെന്ന് അറിയില്ല. ചില ക്ലർക്കുമാർക്ക് സ്ഥിരമായിട്ട് ക്ലർക്കൽ മിസ്റ്റേക്ക് വരും. കോൺട്രാക്ടർമാർ ബില്ല് കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ഒരു നമ്പർ മാറിപ്പോ അക്കൗണ്ടിന്റെ. ഇതെങ്ങനെയാണ്? ഞാൻ എസ്സിയോട് ചോദിച്ചു, ഇതെങ്ങനെയാ ശരിയാവുന്നത്? എല്ലാവർക്കും അല്ല, ചില ക്ലർക്കന്മാർക്ക് കോൺട്രാക്ടർമാർ ബില്ല് അവരുടെ ഡോക്യുമെന്റ്സ് കൊണ്ട് കൊടുക്കുമ്പോൾ ഒന്നേ മാറുള്ളൂ. അപ്പൊ ഒരുപാട് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പൊ ഒന്ന് മാറി, 1 ഇട്ടത് 9 ആയിപ്പോയി, ഇല്ലെങ്കിൽ 8 ഇട്ടത് 0 ആയിപ്പോയി, അല്ലെങ്കിൽ 0 ഇട്ടത് 8 ആയിപ്പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കറിയാം ഇതവിടെ പോകുമ്പോൾ എന്റെ ജന്മത്ത് പാസ്സാവുകയില്ല. അത് പിന്നെ പോയി എല്ലാ നൂലാമാലകളും കഴിഞ്ഞ് എല്ലാ ടേബിളിലും ഉള്ള മാമൂല കഴിഞ്ഞ് തിരിച്ച് എന്റെ അടുത്ത് തന്നെ വരും. ഞാൻ ഒരു കാര്യം പറയാം, അത്തരത്തിൽ കോൺട്രാക്ടർമാരെ വട്ടം ചുറ്റിക്കാൻ വേണ്ടി ക്ലറിക്കൽ മിസ്റ്റേക്ക് വരുത്തുന്ന ക്ലർക്കുമാരോട് ഞാൻ പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ കസേരയിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല എന്ന് ഒരു ആശങ്കയ്ക്കും ഇടവരുത്താതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അവര് ടാറും സിമന്റും മെറ്റലും കൊണ്ട് കഷ്ടപ്പെട്ട് രാത്രി മുതൽ പകലോട് ഇത്രയും ജോലിക്കാരെ സംഘടിപ്പിച്ച ജോലിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമയബന്ധിതമായി തന്നെ ഈ പേപ്പറുകൾ പാസ്സായി കൊടുക്കണം.